സാധനം വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഈ മഴയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സംഭവമാണ് നമ്മുടെ മുട്ടപ്പഴം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സാധനത്തിന് നമ്മളെ കണ്ണൂരുകാർ വിളിക്കുന്നത് മുട്ടപ്പഴം എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേര് വിളിക്കുന്ന അറിയില്ല. നമ്മളേതായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ മെയിൻ താരത്തിനെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ യന്ത്രം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. നമ്മുടെ യന്ത്രം പക്ക വർക്കിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വലിയ ഫോർമാറ്റ്സ് ഒന്നും വേണ്ട. നമുക്ക് ആകെ ആവശ്യം നമുക്ക് നല്ല കട്ടപ്പാൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്റിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഹോർലിക്സിൻ്റെ പൊടിയും. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യുക, ഈ മുട്ടപ്പഴത്തിനെ തൊലി കളഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, കുരു ആവാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സീനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടപ്പാലിനെ നന്നായിട്ട് ചതുക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൊലി കളഞ്ഞ് നമ്മൾ ജാറിലോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടപ്പഴത്തിലോട്ട് നമ്മുടെ പാലിനെ നൈസായിട്ട് നമ്മൾ തട്ടി കൊടുക്കുക. കുറച്ച് കട്ടിങ്ങനെ നമ്മൾ തട്ടിയാലും അത്യാവശ്യം കുഴപ്പമൊന്നും നമുക്ക് വരാനൊന്നുമില്ല. അപ്പം നമ്മൾ നൈസായിട്ട് നമ്മുടെ പാലിനെ തട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ബൂസ്റ്റിൻ്റെ പൊടി അതിലോട്ട് ആഡ് ചെയ്യുക. ഒരു പാക്കറ്റ് മതിയാവും. അതിനുശേഷം ഒരു ഹോർലിക്സ് പൊടിയും നമ്മൾ നൈസായിട്ടൊന്ന് തട്ടി കൊടുക്കുക. പഞ്ചസാര അത്ര വേണമെന്നില്ല, കാരണം ഇത് നല്ല മധുരമുള്ള സംഭവമാണ്. വേറെ ഒന്നും നോക്കാനില്ല, നമ്മുടെ മിക്സി അങ്ങോട്ട് ഓണാക്കുക, അടിച്ച് പരുവാക്കി എടുക്കുക. അങ്ങനെ നിങ്ങൾ പരുവാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഈ പരുവത്തിലോട്ടാണ് സാധനം എത്തിച്ചേരാൻ പോകുന്നത്. നല്ല സ്വർണത്തിൻ്റെ കളറാണല്ലേ, അടിപൊളിയാണ്, വേറെ ലെവലാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമ്മുടെ സാധനം ഇവിടെ മുന്നിൽ നമുക്ക് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അടിച്ച സംഭവത്തിനെ നൈസായിട്ട് ഇതുപോലെ നല്ലൊരു ഗ്ലാസ്സിൽ നോക്കി നമ്മൾ ആക്കിയിട്ട് വെച്ച് അങ്ങോട്ട് കാച്ചിക്കോളോ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. ഏതായാലും നമ്മൾ 2 ഗ്ലാസ്സിലോട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല കളർഫുള്ളായിട്ട് ഒരു സംഭവം തന്നെയാണ് കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി, കുറച്ച് നമ്മുടെ കയ്യിലുള്ള ബദാം മാത്രമേ തൽക്കാലം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് നട്ട്സൊക്കെ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെതറി കഴിഞ്ഞാൽ ഇതിനേക്കാളും പൊളിയാക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഏതായാലും സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഫീലാണ്. നമ്മളിത് ഈ ഒരു ബദാം ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഈ ബദാമിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി മൊത്തത്തിലൊരു ലെവൽ സംഭവം, വേറെ ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല മഴയിലുള്ളൊരു അന്തരീക്ഷമാണിപ്പോൾ. നിങ്ങൾ ഇതുപോലൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും കേട്ടോ ഗൈസ്. സാധനം വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഈ മഴയിലുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് സംഭവമാണ് നമ്മുടെ മുട്ടപ്പഴം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.